ആകെ പ്രശ്നമാകുമല്ലോ മാഡം. പ്രശ്നമാകണം. എടോ, ഈ പൊതുസമൂഹത്തിൽ ബഹുഭൂരിപക്ഷവും പ്രബലന്മാരാ. എന്നെ പോലെ ഞങ്ങളെപ്പോലത്തെ പ്രബല ശക്തികളാ ദുർബലരെ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളെപ്പോലുള്ളവരുടെ നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാ ആ വിരൽ മാത്രമല്ല, ആ കൈ മാത്രമല്ല, അവന്റെ തല വരെ ഞങ്ങൾ കൊയ്തു മാറ്റും. അയ്യോ എന്റെ പൊന്നു മാഡം, നമ്മളൊരു അപ്പാവിയാ, വെറും പാവം. ആകെ വശമുള്ള തൊഴില് ഈ ജ്യോതിഷവും പൂജയുമാണ്. ഞാനത് ചെയ്തെന്റെ ഉപജീവനം കഴിച്ചോട്ടെ. ചെമ്പകമംഗലത്ത് താൻ ഇതിനു മുൻപ് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. വളരെ മാന്യന്മാരും അന്തസ്സുള്ളവരുമാ അവിടെയുള്ളവര്. നല്ല സംസ്കാരമുള്ള മനുഷ്യര്. ചെമ്പകമംഗലത്തുകാരെ കുറിച്ചുള്ള സ്തുതി സങ്കീർത്തനം കേൾക്കാനല്ല തന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പറയാനുള്ള സത്യം പറയണ്ടേ മാഡം? അവിടെ ഒരു കാര്യത്തിന് വിളിച്ചാൽ തനിക്ക് എത്ര രൂപ പ്രതിഫലം കിട്ടും? പ്രതിഫലം മാത്രമല്ലല്ലോ മാഡം, ചില എത്തിക്സുകളില്ലേ, പ്രൊഫഷണൽ എത്തിക്സ്. പച്ച നുണകൾ പറഞ്ഞു ഫലിപ്പിച്ച് മനുഷ്യരെ പറ്റിക്കുന്നതാണോടോ പ്രൊഫഷണൽ എത്തിക്സ്? ജ്യോതിഷം കള്ളമൊന്നുമല്ല മാഡം. ആ, അതിനി എന്തോ ആയിക്കോട്ടെ. ചെമ്പകമംഗലത്ത് കവടി നിരത്തിയാൽ അവർ തനിക്ക് എത്ര രൂപ പ്രതിഫലം തരും? അത് പറ. സാധാരണക്കാർ തരുന്നതിൽ നിന്ന് 10 ഇരട്ടി പ്രതിഫലം അവർ തരും. ആ, എന്നാ ഞാൻ 100 ഇരട്ടി തനിക്ക് തരും. എന്താ, മതിയോ? മതി, സന്തോഷം. എന്നാ ഇവിടം തൊട്ട് അങ്ങോട്ട് ഇനി ഞാൻ പറയുന്നത് താൻ കേൾക്കണം. കേൾക്കാം. ആരാ? രാമഭദ്രൻ സാറാ. കട്ടേ. അത് മാഡം. കട്ട് ചെയ്യാൻ. കട്ട് ചെയ്യാൻ. വിഷമിക്കട്ടെ. പൂച്ച എലിയിട്ട് തട്ടിക്കളിക്കും പോലെ കുറെ നേരം ഇങ്ങനെ കളിപ്പിക്കാം. ഒടുവിൽ എന്ത് വേണമെന്ന് ഞാൻ നോക്കാം. എന്താ രാമഭദ്ര? അമ്മ, ആ ജോത്സ്യം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കുന്നില്ലെന്നോ? അയാൾ സ്കൂട്ടറിൽ ചോട്ട് വരുമായിരിക്കും. അയാൾക്ക് സ്കൂട്ടറുണ്ട്, അതിലാ യാത്ര. അതല്ല, എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നു. ചെറിയൊരു നെഗറ്റീവ് പോലെ. അയാള് വിളിച്ചിട്ട് കോള് കട്ട് ചെയ്തു. കോള് കട്ട് ചെയ്തെന്നോ? ആ, നമ്മുടെ കുടുംബവുമായി ഒരുപാട് കടപ്പാടുള്ള ആളാ ആ ജോത്സ്യൻ. അയാള് വരാതിരിക്കില്ല. ആ, ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം. അയാൾ എന്തായിരിക്കും കട്ട് ചെയ്തേ? അതല്ല, ഞാൻ വിളിച്ചു 2 പ്രാവശ്യം വിളിച്ചു. വരുമായിരിക്കും. ആരാ? രാജലക്ഷ്മി അമ്മയാ. ഗത്യന്തരം ഇല്ലാതെ ഗതികെട്ട് വിളിക്കുന്നത്. താനാ കോൾ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് പറയണം വരാൻ പറ്റില്ലെന്ന്. മാഡം. പറയടോ. താൻ ഇന്നു മുതൽ എന്റെ ആളാ, അത് മറക്കരുത്. താൻ സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള തുക തനിക്ക് ഞാൻ തരും. എടുത്ത് പറയും. ഹലോ. എന്താ ജോത്സ്യരെ ഇവിടെ വരാൻ ഇത്ര താമസം? എനിക്ക് വരാൻ പറ്റില്ല മാഡം. ഇതിനാണ് പ്രഹരം എന്നൊക്കെ പറയുന്നത്. ചെമ്പകമംഗലത്തെ മഹാരാജ്ഞിയുടെ തലക്കിട്ട് കൊടുക്കുന്ന പ്രഹരം. എന്താ രാജലക്ഷ്മി? ആ ജോത്സ്യന് വരാൻ പറ്റില്ലെന്ന്. അയ്യോ, അതെന്താ?
അംഗം കുറിച്ചിട്ട് പോയ ശത്രുക്കൾ അണിയറയിൽ വാള് രാഗി തുടങ്ങി. ഏറെ ശത്രുക്കളൊന്നുമില്ല അച്ഛാ, ഒരേ ഒരാൾ മാത്രം, എൻ്റെ പെങ്ങൾ ഇന്ദ്രജ. അവളായിരിക്കും ഇതിൻ്റെ കാരണക്കാരി. എടി, നീ മുറിക്കാത്തല്ലേ? അതെ, എന്താ? അതല്ല, മുറി കുറ്റിയിട്ട് പതുക്കെ സംസാരിക്കാവൂ. അവസാന നിമിഷം പോലും നമ്മൾ പിടിക്കപ്പെടാൻ ഇടവരരുത്. അതില്ല, ഞാൻ മുറി കുറ്റിയിട്ടിട്ടുണ്ട്. ചെമ്പകമംഗലത്തിപ്പോ മരത്തൂണുകൾക്ക് പോലും ചെവികളുണ്ടായി വരികയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ച എല്ലാം കൈകാര്യം ചെയ്യണം. നിനക്കാ അശ്രദ്ധ. ഞാൻ മറ്റൊരു കാര്യം ഷെയർ ചെയ്യാനാണ് നിന്നെ വിളിച്ചത്. നീ പറ വൈശാഖി. എടി, നമ്മൾ വല്ലാത്തൊരു കുരുക്കില. എന്താ? കല്യാണത്തിന് മുമ്പ് അവരാ പണം തരുമെന്ന് എനിക്ക് തീരെ വിശ്വാസമില്ല. കല്യാണം നടന്നാലേ അവരാ പണം തരൂ. അത് ശരിയാ, പക്ഷെ കല്യാണം വരെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അത് തട്ടിയെടുക്കാൻ വേണ്ടി എനിക്ക് മീനാക്ഷിയുടെ കഴുത്തിൽ താലി ഇടാൻ പറ്റുമോ? അത് എന്തൊരു ചതിയാണോ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ പണം 1 2 രൂപയൊന്നുമല്ല, 1 കോടി രൂപയാ. അത് നമുക്ക് കിട്ടിയേ പറ്റൂ. ആ പണമാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഏക ബേസ്മെന്റ്. ശരിയാ, പക്ഷെ അതിനിപ്പോ എന്ത് ചെയ്യും? കല്യാണത്തിന് മുമ്പ് തന്നെ ആ പണം ഞാൻ എങ്ങനെയെങ്കിലും കൈക്കലാക്കും. കൈക്കലാക്കിയേ പറ്റൂ. അതിനിപ്പോ അച്ഛനമ്മയെ തന്നെ നിയോഗിക്കാം. ആ, ഏതായാലും നീ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ നോക്കും. ഈ ബാഗ് സൂക്ഷിക്കണം. ഇതാ ചിലരുടെ ഭാവി ജീവിതത്തിന്റെ അടിത്തറ. എന്താ മോളെ ഈ ബാഗിൽ ഇങ്ങനെ നോക്കുന്നു? അത് നിനക്കുള്ള പണം തന്നെയാ. നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ വൈശാഖിന് കൊടുക്കുന്ന സ്ത്രീധന പണം. ആ വാക്ക് ഉപയോഗിക്കരുതെന്ന് ACP എത്ര പ്രാവശ്യം പറഞ്ഞമ്മേ. സ്ത്രീധന പണം എത്ര ചീപ്പാ അമ്മ ആ വേർഡ്. മോളെ അത് ശരിയാ. ഇന്നത്തെ കാലത്ത് സ്ത്രീധനെന്ന് പറയുന്നത് തന്നെ തെറ്റാ. കാരണം അടുക്കളയിലെ ഹോമിക്കാനല്ല ഇന്ന് മാതാപിതാക്കള് പെൺമക്കളെ വളർത്തുന്നത്. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തി ഉന്നത നിലയിൽ എത്തിച്ച ശേഷം മാത്രം വിവാഹം ആലോചിക്കുന്നതും നടത്തുന്നതും. അതവിടെ നിൽക്കട്ടെ. എന്റെ മോളെ പറ്റി പറയുകയാണെങ്കിൽ, നിനക്കിപ്പോ ഒരു ജോലിയില്ല. പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നാലും ഇവിടെ നിന്നാലും എന്റെ മോൾക്ക് ഒരു കുറവും വരരുത്. പണത്തിന് അതിൻ്റെതായ വിലയുണ്ട് മോളെ. പണമില്ലാതെ എന്തെങ്കിലും കാര്യം നടക്കുവോ? സമ്പത്തിന്റെ കാര്യത്തിൽ നിനക്കൊരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. അതിന്റെ പേരില് നിനക്കൊരു വില കുറവ് വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാ
അവര് ചോദിക്കുന്ന പണം എന്റെ അമ്മ എന്റെ മോൾക്ക് തരുന്നത്. അത് നിന്റെ ജീവിതം ഭദ്രമാക്കാൻ വേണ്ടിയാ. അതിന്റെ പേരില് എന്റെ മോളെ ആരും മാറ്റി നിർത്തരുത്. പക്ഷേ ഈ പണം അങ്ങോട്ട് കൊടുത്തുള്ള കല്യാണത്തെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് അഭിപ്രായമില്ല. പെണ്ണു വീട്ടുകാർ കൊടുക്കുന്ന പണം യാതൊരു ഉളുപ്പും കൂടാതെ വാങ്ങി പുട്ടും കടലെ അടിക്കുന്ന യൂസ്ലെസ്സുകളോട് എനിക്ക് പരമ പുച്ഛമാ. എന്റെ മോള് അത്രയ്ക്ക് അങ്ങ് പുരോഗമനവാദിയൊന്നും ആവണ്ട. ഞാൻ ഫെമിനിസ്റ്റ് ആയതൊന്നും അല്ല, സത്യം പറഞ്ഞതാ. അതെ, ഇക്കാര്യം പറഞ്ഞിനി വൈശാഖനോട് തർക്കൊന്നും വേണ്ട. അമ്മേ, ഈ ആനകളെ അമ്പലത്തിലേക്ക് നടക്കിരുത്തിയ കാശ് അങ്ങോട്ട് കൊടുക്കണമെന്ന് കേട്ടിട്ടുണ്ടല്ലോ, നേരാണോ? ആ, അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. ആന ഇടറി ഒരു 5-6 പേരെ ചവിട്ടിക്കൊന്ന അതിന് നഷ്ടപരിഹാരം ആര് കൊടുക്കും? അതൊന്നും എനിക്കറിയില്ല. അല്ല, മോളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഓ, വെറുതെ ചിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. ഈ ബാഗിലാണ് ആ കഴുകന്റെ കണ്ണുകൾ. ഒരു കാരണവശാലും ഇത് തൊടാൻ അവനെ അനുവദിക്കരുത്. എന്താ മോളെ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മേ. ഒന്ന് വേഗം പറ. വരുന്നുണ്ട് നന്ദിനി. നീ ചോദിക്കേ. നിങ്ങൾ ചോദിച്ചാ മതി. നിങ്ങളാ സൂത്രശാലയെ കുറുക്കൻ. എന്നെക്കാൾ കൂടുതൽ വളവും വെള്ളിയാഴ്ചയൊക്കെ നിനക്കാ ഉള്ളത്. നീ ചോദിച്ചാ മതി. നിങ്ങളൊരു പുരുഷനല്ലേ മനുഷ്യ, നിങ്ങളല്ലേ ചോദിക്കേണ്ടത്. എന്നാ ശരി. എന്താ വൈശാഖിന്റെ അച്ഛനും അമ്മയും കൂടി? അയ്യോ, അച്ഛൻ അമ്മേനൊന്നും മോള് വിളിക്കണ്ട. മോൾ എന്നെ പണിക്കരാട്ടാന്നും ഇവളെ താരക ചേച്ചിന്ന് വിളിച്ചാ മതി. അതാ അതിന്റെ ഒരു അന്തസ്. അതെ അതെ, അല്ലെങ്കിൽ നമ്മളൊക്കെ തമ്മില് അന്യരാണെന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവും അല്ലേ? ഈ ഫ്രോഡുകൾ രണ്ടും കൂടി അമ്മയെ വളയ്ക്കാൻ വന്നതാണല്ലോ. ഡൗറി ബിസിനസിന്റെ ലൈൻ മാറ്റിപ്പിടിക്കുകയാണോ? പിന്നെ നന്ദിന് വരുന്ന കണ്ട് ഞാൻ താരകയോട് പറയുകയായിരുന്നു, ദൈവമേ എത്ര നല്ല സ്ത്രീയാ നമ്മുടെ വൈശാഖിന്റെ അമ്മായി അമ്മയെന്ന്. അല്ലടി? അവൻ പുണ്യം ചെയ്യണം ഇതുപോലെ ഒരു അമ്മായി അമ്മയെ കിട്ടാൻ. ഇതത് തന്നെ. എന്റെ ജഗദീഷ് ഇളയച്ചൻ പുണ്യം ചെയ്തിട്ട് കിട്ടിയ മുതല ദേ ഈ നിൽക്കുന്ന അമ്മായിയമ്മ താരക രൂപിണി. കൂടെ നിൽക്കുന്നു മല വിഴുങ്ങി. കാര്യം വളർത്തമ്മയാണെങ്കിലും എന്താ ഒരു സ്നേഹം. അതെ അതെ, അതിന് ദത്തുപുത്രിക്കും വേണം ഒരു യോഗമൊക്കെ. അല്ല, എന്നെ കാത്തു നിന്നത് എന്തൊരു കാര്യത്തിനല്ലേ? അതെന്താന്ന് പറഞ്ഞില്ല. ഓ, നന്ദിനി അതങ്ങ് മനസ്സിലാക്കി കളഞ്ഞല്ലേ. എന്നാ പറയട്ടെ താരക പണിക്കരെ. പറ പണിക്കരേട്ടാ. അതായത് ഒരേ ഒരു ആൺകുഞ്ഞല്ലേ ഞങ്ങൾക്കുള്ളൂ. അവന്റെ കല്യാണം
വളരെ കെങ്കേമമായി നടത്തണമെന്ന ഞങ്ങളുടെ ആഗ്രഹം ലേഡി. കുറഞ്ഞതേ ഒരു 3000 പേരെയെങ്കിലും കല്യാണത്തിന് അവിടെ ക്ഷണിക്കണം. ഇവിടെയല്ല, അവിടെ അവിടെ ഞങ്ങളുടെ വീട്ടില്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അങ്ങോട്ട് വാ തുറന്ന് കാര്യം പറ മനുഷ്യ. കല്യാണത്തിന് മുമ്പ് കുറെ മരാമത്ത് പണികളുണ്ട് വീട്ടില്. വീട് വൈറ്റ് വാഷ് ചെയ്യണം, ചില കട്ടിളകളും ജനാലകളും ഒക്കെ മാറ്റണം. അഡീഷണൽ 2 റൂം കൂടി പിടിപ്പിക്കണം. AC വാങ്ങിക്കണം, ഇൻവെർട്ടർ വെക്കണം, സോളാർ കൂടി പിടിപ്പിക്കണമെന്ന മറ്റൊരു പ്ലാൻ. കാര്യം പറഞ്ഞില്ല. കല്യാണം വരെ നീട്ടണ്ട. ആ സ്ത്രീധന പണം ഇപ്പൊ തന്നെ തന്നാൽ അത്രയും ഉപകാരമായി. ഓ, കാട്ടു ചെന്നായ്ക്കളെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ദേ കൺമുൻപിൽ നിൽക്കുന്നു 2 എണ്ണം. ഇക്കാര്യത്തിനാണ് ചോദിക്കാൻ ഇത്ര മടി? പറഞ്ഞിരിക്കുന്ന തുക എപ്പോഴായാലും നിങ്ങൾക്ക് തരേണ്ടതല്ലേ? അതിപ്പോ തന്നെ തന്നേക്കാം. ദൈവമേ, ചതിച്ചല്ലോ. ഇനി എന്ത് ചെയ്യും? മുത്തശ്ശി, മുത്തശ്ശി, എന്താ മോളെ? മുത്തശ്ശി, ഒരു കാര്യമുണ്ട്. മുത്തശ്ശി അതിൽ ഇടപെട്ടേ പറ്റൂ. നീ കാര്യം എന്താണെന്ന് തുറന്നു പറ മോളെ. അതായത് ഒരേ ഒരു ആൺകുഞ്ഞല്ലേ ഞങ്ങൾക്കുള്ളൂ. അവന്റെ കല്യാണം വളരെ കെങ്കേമമായി നടത്തണമെന്ന ഞങ്ങളുടെ ആഗ്രഹം ലേഡി. കല്യാണം വരെ നീട്ടണ്ട. ആ സ്ത്രീധന പണം ഇപ്പൊ തന്നെ തന്നാൽ അത്രയും ഉപകാരമായി. ഇക്കാര്യത്തിനാണ് ചോദിക്കാൻ ഇത്ര മടി? പറഞ്ഞിരിക്കുന്ന തുക എപ്പോഴായാലും നിങ്ങൾക്ക് തരേണ്ടതല്ലേ? അതിപ്പോ തന്നെ തന്നേക്കാം. നീ പിടി വിടു മോളെ. ഞാൻ വീഴും. വാ മുത്തശ്ശി. എങ്ങോട്ടായി കൊണ്ടുപോന്നേ? പറയാം. വിടുമോളെ. ഒന്ന് അങ്ങോട്ട് വന്ന ഞാൻ പറയാം. കൈന്ന് വിടുമോളെ. എല്ലാം ഞാൻ പിടിച്ചിട്ടുണ്ട്. പതുക്കെ. എവിടാ? വാ. ഈ പണം മീനാക്ഷിക്കുള്ളതാ. ഇത് ഞാൻ ഇവിടെ സൂക്ഷിച്ചിട്ട് എന്താ കാര്യം? അതാണ് അതിന്റെ ന്യായം. പണമെന്ന് പറയുന്നത് വിനിയോഗിക്കാനുള്ളതാ. അത് ഇവിടുത്തെ അലമാരയിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ കൈ കിട്ടിയാ ഞങ്ങൾ അത് വിനിയോഗിക്കും. മാത്രമല്ല നമ്മളെല്ലാം ഇനി ഒരേ കുടുംബക്കാരാ. അതെ, അങ്ങനെ തന്നെ വേണം. ദാ പണം. ഇനി ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ കാശ് എങ്ങനെ അടിച്ചെടുക്കും? നന്ദിനി, എന്താ അമ്മേ? ആരുടെ അനുവാദത്തോടെയാ നീ ഈ പണം ഇവർക്ക് കൊടുക്കാൻ പോകുന്നത്?
അവർക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട്. ഈ പണം കൊണ്ടാണോ ഇവര് കുടുംബാവശ്യങ്ങൾ നടത്തേണ്ടത്? ആർത്തി അമ്മേ ആർത്തി, ആർത്തി മൂത്ത രണ്ട് മൂർത്തികള്. എല്ലാത്തിനും അതിൻ്റെതായ ആചാര മര്യാദകളൊക്കെ ഉണ്ട്. താലി കെട്ടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ ആരും പെണ്ണിന് പാരിതോഷികങ്ങൾ കൊടുക്കാറില്ല. ഇവർക്ക് നമ്മുടെ പെണ്ണിനെ അല്ലമ്മേ വേണ്ടത്, കാശാ. ആരോട് ചോദിക്കാതെയും പറയാതെ എടുത്തു കൊടുക്കാൻ ദേ ഈ നന്ദിനി. അല്ല സാവിത്രി, ഇവര് നിരന്തരം ആവശ്യപ്പെട്ടപ്പോ. കാശിന് വേണ്ടി ഇങ്ങനെ നിരന്തരം ആവശ്യപ്പെടുന്നവരെ നമ്മൾ സംശയിക്കണം. ദേ ഇയാളെ കടലിൽ നിന്ന് കയറിയ ചെമ്പൻകുഞ്ഞി മരക്കാരെ പോലെയാ. ഇതെല്ലാം കൂടെ കണ്ടപ്പോ ഒരു വെപ്രാളം. സത്യം പറഞ്ഞാ ഈ കല്യാണാലോചന ഇവിടുത്തെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടത്. ആ ആ ആ